ഹായ് ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അങ്ങനെ കുറേ നാളത്തെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, എൻ്റെ ലൈക്ക് യൂട്യൂബ് വീഡിയോസ് നോക്കുന്ന എല്ലാവർക്കും അറിയാം, കുറേ നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസൊന്നും വരാറില്ല. അതിന് കുറേ റീസൺസ് ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഇന്ന് നമ്മളൊരു റൈഡ് പോവാണ്. നമ്മുടെ ഇവിടെ അറൗണ്ട് ഒരു 7-8 ഹിമാലയൻ 450 ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിനടുത്തുള്ള കോലാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ റൈഡ്. കോലാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് റോക്കി ബായ്. അതെ, നമ്മുടെ സ്വന്തം റോക്കി ബായുടെ നാട്ടിലേക്കാണ് ഇന്നത്തെ റൈഡ് നമ്മൾ പോകുന്നത്. എല്ലാം ലൈക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റൈഡാണ് ഇന്നത്തത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയമില്ല. 7-8 റൈഡേഴ്സ് ഉണ്ട്. വി ആർ ഗോയിങ് ടു മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ആക്ച്വലി. എന്തായാലും ഇന്നത്തെ റൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറച്ച് ഓഫ് റോഡും അതുപോലെ തന്നെ ഹൈവേ റൈഡ്സും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റൈഡ്. സമയം ഏതാണ്ട് 5 മണിയായിരുന്നു. രാവിലെ തന്നെ നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. 6 മണിക്കാണ് നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത് ആക്ച്വലി. ഞാൻ നിൽക്കുന്ന ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് മീറ്റപ്പ് പോയിൻ്റായ ഹോസ്കോട്ടയിലേക്ക് അറൗണ്ട് ഒരു 30-35 കിലോമീറ്റേഴ്സ് ഉണ്ട്. അറൗണ്ട് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. അതാണ് ഞാൻ ഇത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. രാവിലെയുള്ള ഈ റൈഡ് നല്ല അടിപൊളിയാണ്. കാരണം റോട്ടിൽ അത്ര തിരക്കൊന്നുമില്ല. ബാംഗ്ലൂർ ഇതുപോലെയൊക്കെ വണ്ടി ഓടിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റെയർ ആയിരിക്കും. ഏർലി മോർണിംഗ് മാത്രമാണ് ഇതുപോലെ ട്രാഫിക്കൊക്കെ കുറഞ്ഞ് നമുക്ക് പീസ്ഫുള്ളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. പിന്നെ ഇന്നത്തെ റൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇവരെയൊക്കെ കാണാൻ പോകുന്നത്. ഒരുപാട് റൈഡൊക്കെ പോയിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂർ വന്നിട്ട് ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ഒരു 450 ഗ്രൂപ്പിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് റൈഡ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവരെയൊക്കെ കാണാൻ പറ്റുമല്ലോ എന്ന് കരുതിയത്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് റൈഡുകൾ കണ്ടക്ട് ചെയ്യാൻ പ്ലാനുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് റൈഡാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുറച്ച് ഓൺ റോഡ് ട്രയൽസും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓഫ് റോഡ് എൻഡ്യൂറോ എക്സ്പീരിയൻസൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇതുവരെ ഒരു ഓഫ് റോഡ് പോയിട്ടില്ല. ഹിമാലയൻ എടുത്തിട്ടാണെങ്കിൽ പോലും പ്രോപ്പറായിട്ടൊരു ഓഫ് റോഡ് റൈഡ് ഇതുവരെ പോയിട്ടില്ല. നമുക്ക് പോയി നോക്കാം. സമയം ഏതാണ്ട് ഒരു 5:45 ആയി. അപ്പോൾ തന്നെ സൺറൈസൊക്കെ ആയി. നല്ല രസമുണ്ട് കാണാനായിട്ട്. കാരണം റോഡ് അടിപൊളിയാണ്, റോഡിൽ നിന്നുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. നമ്മൾ ഓൾമോസ്റ്റ് റീച്ച് ആവാറായി ഹൊസ്കോട്ടെ. ഹൊസ്കോട്ടെ പറയുമ്പോൾ ഇറ്റ്സ് ഫേമസ് ഫോർ ബിരിയാണീസ് ആക്ച്വലി. ലൈക്ക് കേരളത്തിൽ നിന്നൊക്കെ ബാംഗ്ലൂർ വരുന്ന ഫുഡീസ് ആയിട്ടുള്ള ആൾക്കാർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ബിരിയാണിയാണ് ഹൊസ്കോട്ടെ ബിരിയാണി. നമ്മളിപ്പോൾ അതിന് അടുത്തോടെയാണ് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ മീറ്റപ്പ് പോയിന്റിലെത്തും. ഓൾറെഡി 3 പേര് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളും കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4 പേരാവും. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് ഹൊസ്കോട്ടെ ടോളിൻ്റെ അടുത്തെത്തി. എവിടെയോ ആണ് മീറ്റിംഗ് പോയിൻ്റ് പറഞ്ഞേക്കുന്നത്. സൈഡിൽ എവിടെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ അവരുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുക ആക്ച്വലി. ഇവരെ ആരെയും എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം. ചിലപ്പോൾ ടോളിൻ്റെ അപ്പുറത്തെ സൈഡിലായിരിക്കും നിൽക്കുന്നത്. അവിടെ പോയി നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു റെഡ് ബോർഡ് കാണുന്നില്ലേ? ആ ഫോട്ടോയാണ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായത്. മേ ബി അവിടെ എവിടെയെങ്കിലും ആയിരിക്കും അവർ നിൽക്കുന്നത്.
സി അതെ അതാ അവിടെ 3 വണ്ടി ഓൾറെഡി ലൈനപ്പ് ആയിട്ടുണ്ട്. സോ ഇവിടെ തന്നെ. Hi, Chapal. Ebin. Nawaz. Nawaz. Bhuvan. Ebin. Ibn, hi. Everybody behind me whoever is behind it, just see if the guys are coming. Always check your rear view mirror. If some guy, so somebody will get behind you, right? So whoever is that, wait for that guy, right? And I will wait for everybody. It's not like I'm going to leave you anywhere. If there's any major junction, major turn, I will definitely wait. Okay? Right now, we'll another 30 kilometers, like 35 kilometers straight. It's just one straight highway. He needs to stop for a fuel stop. Maybe stopping for a second, and then we'll go. But that also is close to Kolar. So 30 kilometers straight. The next stop is a petrol pump. It's an engine oil petrol pump, IOC petrol pump on the left, a big one. You'll not miss it. Okay. സോ ഓൾറെഡി നമ്മൾ അറൗണ്ട് 5-6 റൈഡേഴ്സ് മീറ്റപ്പ് ചെയ്ത് 2 പേരും കൂടെ വരാനുണ്ട്. സോ അപ്പോൾ അവർ ഓൾമോസ്റ്റ് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ബൈ ദ വേ എവിടെയെങ്കിലും വെച്ച് അവരെ ക്യാച്ചപ്പ് ചെയ്യും. ഇന്നത്തെ റൈഡ് ലൈക്ക് എന്താ പറയുക, ലീഡ് ചെയ്യുന്നത് ഗോവിന്ദ് ബ്രോ ആണ്. സോ ഗോവിന്ദ് ബ്രോ ഒരു ലൈക്ക് ഹാർഡ് കോർ ഓഫ് റോഡ് റൈഡറാണ്. ലൈക്ക് പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ട്രാക്കൊക്കെ ഉണ്ട് KGF. സോ നമ്മൾ അപ്പോൾ നേരെ കോളാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സൺറൈസ് ഓൾറെഡി ഹാപ്പൻഡ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത്. സോ ഈ മോർണിംഗ് ടൈമിൽ ഈ ഹൈവേയിലൂടെ റൈഡ് ചെയ്യാൻ നല്ല വൈബാണ് കേട്ടോ. സോ ഒരുപാട് തിരക്കൊന്നുമില്ല. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാം റോഡ് എത്ര അടിപൊളിയായിട്ടുണ്ട്, കാഴ്ചകൾ എത്ര അടിപൊളിയായിട്ടുണ്ടെന്ന്. നമുക്കൊരു അറൗണ്ട് ഒരു 30 more കിലോമീറ്റേഴ്സ് ഉണ്ട് ലൈക്ക് കോളാർ റീച്ച് ആവാനായിട്ട്. അവിടെ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് കുറച്ച് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു 2-3 ട്രയൽസ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. അതാണ് ഇന്നത്തെ വീഡിയോ. ഓൾമോസ്റ്റ് ഒരു 1 hour റൈഡിന് ശേഷം നമ്മൾ നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ഒരു 2 പേരും കൂടെ വരാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സോ അപ്പോൾ അവർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്യാം. This is basically the discovery. And then there's a trail down which we will go, and it's pretty washed out. Do you remember where we climbed down? You see there was a river, the water kind of a thing going down. That's again a trail. Okay. So you can do that if you want to get your bike dirty and things like that. ഗായ്സ്, ഒരു അബദ്ധം പറ്റി. നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 1 kilometer ഓഫ് റോഡ് അടിച്ചാണ് ഇവിടെ കയറി വന്നത്. സോ ഞാൻ കരുതി ക്യാമറ ഓൺ ആണെന്ന്, പക്ഷേ ക്യാമറ ഓൺ അല്ലായിരുന്നു ഗായ്സ്. സോ ഗായ്സ്, അങ്ങനെ നമ്മളുടെ ഒരു ചെറിയ ട്രയലൊക്കെ അടിച്ച് നമ്മുടെ ഗ്രൂപ്പ് അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് ട്രയൽ അടിച്ച് താഴത്തേക്ക് ഡൗൺ ഹിൽ ചെയ്യാണ്. സോ അതൊരു അടിപൊളി സ്ഥലം കേട്ടോ. ബാംഗ്ലൂർക്ക് സ്റ്റേ ചെയ്യുന്നവർക്ക് ഒരു ഷോർട്ട് റൈഡൊക്കെ പോകാൻ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു റൈഡ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടായിരിക്കും ഇത്.
Bro, go that way, that way. That will be fine. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഇന്നത്തെ റൈഡൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഒത്തിരി ഓഫ് റോഡ് സീൻസോ വീഡിയോസോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് മോസ്റ്റ്ലി ഓഫ് റോഡ് കണ്ടൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.